ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഗുലാബ് ജാമുൻ റെസിപ്പി ആയിട്ടാണ്. ഇൻസ്റ്റൻ്റായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഗുലാബ് ജാമുൻ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 ബ്രെഡാണ്. 5 ബ്രെഡ് സൈഡ് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാലെടുത്ത് കുറേശ്ശെ ആഡ് ചെയ്ത് ആ ബ്രെഡ് ഒന്ന് സോക്ക് ചെയ്യുക. സോക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് അത് പതുക്കെ ഉടച്ചു കൊടുക്കുക. ഉടച്ച് അതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കി കുഴച്ചെടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ വേറൊരു തവയിലോ ഒരു ചരുവത്തിലോ ഒരു പാത്രത്തിലോ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് അതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് അതൊന്ന് മെൽറ്റാകാൻ വേണ്ടിയിട്ട് ലൂസ് കൺസിസ്റ്റൻസി കിട്ടുന്ന രീതിയിൽ കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് മെൽറ്റാക്കി എടുക്കുക. ആ പഞ്ചസാരയുടെ കൂടെ തന്നെ നമ്മളൊരു 3 ഏലക്കയും കൂടെ ചതച്ച് ചേർക്കുക. ആ ഏലക്കയുടെ ഫ്ലേവർ അതിനകത്ത് ആഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്തിന് എന്നിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ബ്രെഡെല്ലാം ബോൾസാക്കി എടുക്കുക. ബോൾസാക്കി എടുത്തിട്ട് അഥവാ നമ്മൾ ബോൾസാക്കുന്ന സമയത്ത് കയ്യിലൊട്ടുവാണെങ്കിൽ ഒരു കഷ്ണം ബ്രെഡും കൂടെ എടുത്ത് അതിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ച് ഇത് ചേർത്ത് കുഴച്ചെടുത്താൽ മതി. കയ്യിലൊട്ടാത്ത ഒരു രീതിയിൽ, അഥവാ കയ്യിൽ ഒരുപാട് ഒട്ടുന്നെങ്കിൽ ചെറുതായിട്ട് കൈ ഒന്ന് നനച്ചിട്ട് തുടച്ച് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് ഷേപ്പിലായി കിട്ടും. എന്നിട്ട് നമ്മളൊരു പാത്രം വെച്ച് ഒരു ചീനിച്ചട്ടിയിലോ തവയിലോ എണ്ണ ഒഴിച്ചിട്ട് ഈ ഓരോ ബോൾസും ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ആ പഞ്ചസാര സിറപ്പിലിട്ട് സോക്ക് ചെയ്തെടുക്കുക. ഒരു 10-20 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ തന്നെ അത് സോക്കായി കിട്ടും. അങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഗുലാബ് ജാമുൻ റെഡിയാക്കി എടുക്കാവുന്നതുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ ഞാൻ തരാം. അപ്പോൾ വീണ്ടും റെസിപ്പിയായിട്ട് ഉടനെ തന്നെ കാണുന്നത് വരയ്ക്കും. താങ്ക് യു.